എന്തായത്? എന്ത് പ്രശ്നത്തിന് പരിഹാരമില്ലേ? ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ കടന്നു ചാടാൻ തുടങ്ങിയാലോ? കൂൾ ഡൗൺ പാർവതി, എന്താ പ്രശ്നം? ഓ, പറഞ്ഞിപ്പോ ഉടനെ ഇയാളങ്ങ് പരിഹാരം കാണും. എല്ലാം കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള പഞ്ചാരവാക്കല്ലേ? എനിക്കറിയാം എല്ലാരെയും. അയ്യോ, എന്നെ അങ്ങനെയാണോ കരുതി? ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ പാർവതിക്ക്? സ്റ്റിൽ? ഓ മൈ ഗോഡ്, how can I prove you that I am loving you? I mean, I am loving you like anything. ഓ വേണ്ട വേണ്ട, പാർവതി, എന്താ ഇതാരെങ്കിലും കാണും? എന്നാ വാ, നമുക്ക് പോവാം. അങ്ങനെ പലതും. പക്ഷെ എന്റെ ആ വാശിയുണ്ടല്ലോ, അത് മാത്രമാണ് എന്നെ ഈ നിലയിലെത്താൻ സഹായിച്ചത്. അല്ലെങ്കിൽ ഇതേ കടലോരത്ത് ഇന്നും ഞാനൊരു പിച്ചക്കാരനായി അലയേണ്ടി വരുമായിരുന്നു. അതൊക്കെ പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പാർട്ടി? ജസ്റ്റ് ഫാന്റാസ്റ്റിക്. സത്യം പറയട്ടെടാ, ഐ ആം ജലസ് ഓഫ് യു. പക്ഷേ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. പിന്നെ അടുത്ത മാസം ഞാൻ വീണ്ടും വരും. എനിക്ക് ദുബായിലേക്ക് ഒരു 5 പിള്ളേരെ വേണം. അതിന് താൻ തന്നെ എന്നെ സഹായിക്കണം. ഓ, അപ്പോ താനും തുടങ്ങിയോ ഈ ബിസിനസ്? ജീവിക്കണ്ടേടൂ. ജോലിയൊക്കെ എങ്ങനെ? കൊള്ളാമോ? ഇങ്ങനെ നാണം കുണിഞ്ഞാൽ എങ്ങനെ? നമ്മുടെ മേരിയില്ലേ, അതുപോലെ നല്ല സ്മാർട്ട് ആയിരിക്കണ്ടേ? പേടിക്കണ്ട കേട്ടോ, പുതുതായി ആര് വന്നാലും അവളൊന്ന് വരട്ടി നോക്കും. പക്ഷെ ആള് പാവമാ. ഞാൻ പോട്ടെ. എന്താ ധൃതി? ലളിതയില്ലേ അവിടെ? കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞേക്കൂ. പൊയ്ക്കോളൂ. എനിക്ക് സംശയം. ഞാനെന്താ കല്യാണം കഴിക്കാത്തത് അല്ലേ? സത്യം പറയാം, ഒരു പെണ്ണിനെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ. എന്താ, മതിയോ? അതല്ല സാർ, എന്താ പുതിയതായി വന്ന പെണ്ണിനെ അനക്കാതെ വെച്ചിരിക്കുന്നത്? സാറിന് അവളെ കെട്ടാൻ വല്ല പ്ലാൻ ഉണ്ടോ? You silly girl, I know when to hit and where to hit and how to hit. അതാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. Understand?
സാർ, സാധനം തീർന്നു. 2-3 ദിവസമായി കസ്റ്റമേഴ്സ് ധൃതി കൂട്ടുകയാണ്. അവരെന്നത്തേക്ക് എത്തിക്കാമെന്നാ പറഞ്ഞത്? ഇന്നലെയും ഞാൻ ഫോൺ ചെയ്തിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കാണുന്നില്ല സാർ. പിന്നെ താൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? കാണുന്ന സാർ, വേഗം എത്തിക്കാൻ പറ. യെസ് സാർ. അത് ശരി. ഹലോ, വാടി. എന്താണ് ഈ തിരക്കിങ്ങനെ? ആർക്കറിയാം ശല്യം? എവിടെ നിന്ന് കിട്ടിയോ ഈ സാധനത്തിനൊക്കെ? ഒരു കോപ്പറേഷൻ ഇല്ലാതെ. സോറി സാർ, അവൾ MD-യുടെ പേഴ്സണൽ പാർട്ടിയാ. പോ. MD-യുടെ പേഴ്സണൽ പാർട്ടിയാണ് പോലും. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ജൂലി, എന്താടി കസ്റ്റമേഴ്സിന്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ലേ? വെള്ളത്തിലെടുത്താലുണ്ടല്ലോ. ഇന്നലെ മാനേജർ ചീത്ത പറഞ്ഞു അല്ലേ? അതിനെന്തിനാ കുട്ടി എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? ഇവിടെ എങ്ങനെയൊക്കെയാ കുട്ടി? പലരും അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നത്. ജീവിക്കണ്ടേ? മറ്റു ചിലർ ഇവിടെ വന്നതിന് ശേഷം സ്വയം മാറുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്ത് ചെയ്യാനാ? എനിക്ക് കുട്ടിയുടെ സാധാപുണ്ട്. ജൂലി, ജൂലി, വിഷമം തോന്നുന്നുണ്ടല്ലേ? കാണും. സ്വന്തം പെങ്ങളെ പറ്റി ആവുമ്പോ ആർക്കും വിഷമം തോന്നും. എനിക്കിവിടെ സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ആരുമില്ലല്ലോ. പിന്നെ എങ്ങനെയായാൽ ആർക്കെന്താ? ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാണ്. ഐ നോ യു ആർ ആൾസോ ഹെൽപ്ലെസ്.